ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചിറ നവീകരണം പൂർത്തിയായി. എളനാട് മുളങ്കാട് ചിറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ദാൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കി. 2018 പ്രളയത്തിൽ തകർന്ന ചിറയുടെ അവലോകന യോഗത്തിൽ 2.5 ലക്ഷം രൂപ കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മധുര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധൻ ഫൗണ്ടേഷന്റെ സഹകരണത്തിലാണ് എളനാട് മുളങ്കാട് ചിറയുടെ നവീകരണം പൂർത്തിയാക്കിയത്. ഈ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ധൻ ഫൗണ്ടേഷന്റെ ഭാരവാഹികളും ചിറ പരിസര നിവാസികളും ഒത്തുചേർന്നു. 2018 പ്രളയത്തിൽ തകർന്ന ചിറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ചിറ പരിസരത്ത് വെച്ച് നടന്ന യോഗത്തിൽ ധൻ ഫൗണ്ടേഷൻ ഭാരവാഹികളായ വിഷ്ണു, ഭൂമിരാജൻ, ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റ് ടി രാംകുമാർ യോഗത്തിൽ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഫൗണ്ടേഷൻ അനുവദിച്ച 2.5 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളങ്കാട് ചിറ എന്ന പ്രദേശത്താണ്. ഇതിന് മുകളിലാണ് മണ്ണത്തിപ്പാറ എന്ന് പറയുന്നത്. ഇത് പഴൂർ പഞ്ചായത്ത് എളനാട് വില്ലേജിലാണ്. ഇത് പൂർവികരായിട്ട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ പൂർവ്വം ചെയ്തിരുന്നു. അന്ന് ഇതിന് ഒരു ചിറ എന്ന് പറയും. അവരായിട്ടുണ്ടാക്കിയതായിരുന്നു ഈ ചിറ എന്ന് പറയുന്നത്. പക്ഷേ കാലക്രമേണ അത് തൂർന്ന് നാമാവശേഷമായി പോയപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്കൊരു 25 ലക്ഷം രൂപ അനുവദിക്കുകയും അതിന് കീഴിൽ ഇത് വളരെ നേരാക്കുകയും നല്ല രീതിയിൽ അതിന് 2 ആന താഴ്ച ഇതിനകത്തുണ്ട്. അത്രയും താഴ്ചയിൽ വെള്ളം നിൽക്കുക. അങ്ങനെ ഈ സമയത്താണ് നമുക്ക് 18 പ്രളയം വന്നത്. ആ പ്രളയത്തിൽ ഇത് മുഴുവൻ തൂർന്നുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും 2 കാര്യം മുട്ടിക്കിടക്കുക, നടക്കാമായിരുന്നു കൂടെ. അങ്ങനെ ഇത് ആ ചിറ ഇല്ലായിരുന്നെങ്കിൽ 18 ഈ വീടുകളെല്ലാം പോയിരുന്നു. പിന്നെ അതുകൊണ്ട് ഈ വീടുകൾ രക്ഷപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഈ ചിറ കാരനാണ്. ഒരു നിമിത്തം ഈ ചിറയാണ് അന്ന് രക്ഷപ്പെടാൻ കാരണം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ദാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ സാറ് വന്നിട്ട് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടെന്ന് ആദ്യം എളനാട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൊണ്ടൊന്ന് കാണിച്ചത് ഈ ചിറയാണ് ആദ്യം കാണിച്ചതിന് ചിറയാണ്. അപ്പോൾ ഇതൊരു പൊതു സേവനമാണ്, എല്ലാവർക്കും ഉപകാരപ്പെടണം, വ്യക്തികളേക്കാൾ പ്രാധാന്യം കൂടുതൽ പൊതുജനങ്ങൾക്കാണ് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി തീർച്ചയായും നശിച്ചു കിടക്കാണല്ലോ വന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ സാധാരണ സർക്കാർ കാര്യപുറ പോലെയാണല്ലോ. അപ്പോൾ ഇത് പതുക്കെ നടക്കും. പക്ഷേ വന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു. വളരെ നല്ല രീതിയിൽ ഞങ്ങൾ അതിലൊരു 10% ഉപഭോക്താക്കളുടെയും ബാക്കിയുള്ള തുക ഫൗണ്ടേഷൻ്റെയും വകയായിട്ട് ഞങ്ങൾക്കിത് നേരാക്കാൻ പറ്റി. ഇത് മെയ് മാസത്തിലാണ്. അന്ന് മെയ് മാസത്തിൽ മഴ പിടിക്കുന്ന മുമ്പ് തീരാനായിട്ട് ഈ വീട്ടമ്മമാരൊക്കെ പ്രാർത്ഥിച്ചതാണ് മഴ പെയ്യരുതെന്ന്. 28 ആകുമ്പോഴേക്ക് സംഗതി കഴിച്ചു. 28 മഴ. ന്യൂസ് ഡെസ്ക് CCV.